സർ, ഈ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭൂമിയായിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചിരിക്കുന്നു. യുദ്ധം, സമാധാനം എന്ന രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് രണ്ട് വള്ളത്തിലും കാലൂന്നി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ സ്വന്തം രാജ്യത്ത് കുടിയേറ്റമൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭം, അത് ഒരാഴ്ചയിലധികമായി തുടരുന്ന പ്രക്ഷോഭം കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ട്രംപിന് ഈ അദ്ദേഹത്തിൻ്റെ ആ അധികാര കാലയളവ് സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യമാണ് പ്രധാനം. സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിയുമോ? സമാധാനപരമായി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ലക്ഷണത്തിലല്ല അദ്ദേഹത്തിൻ്റെ പോക്ക്. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ആരെങ്കിലും അദ്ദേഹത്തിനെ അടിച്ചു പുറത്താക്കും എന്ന് ഭയക്കേണ്ടതില്ലെങ്കിലും പക്ഷേ അദ്ദേഹം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് തൻ്റെ വാക്കും പ്രവൃത്തിയും കാരണം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോകത്തോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിഥിയായി വന്ന ഉക്രൈൻ പ്രസിഡന്റിനോട് വ്ളാഡിമിർ സെലൻസ്കിയോട് അദ്ദേഹം പെരുമാറിയ രീതി കണ്ടല്ലോ. അതെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കോട്ടിട്ട് ഫോർമലായിട്ട് എന്താ വരാത്തത് എന്ന് ചോദിക്കുന്ന പോലെ ഉള്ള നിരവധി അപക്വമായ ചോദ്യങ്ങൾ. ഇന്നലെ മിനിങ്ങാന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ലോകത്തെ എല്ലാവരും റഷ്യയെ വെറുക്കുന്നു, എന്നാൽ ജർമ്മനിയെയും ജപ്പാനെയും എല്ലാവരും സ്നേഹിക്കുന്നു. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഒരു ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രത്തലവൻ പറയാൻ പാടില്ല. അതെ, ഇതൊക്കെ വളരെ അത് അപക്വം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന പോലെ അല്ലെങ്കിൽ കവലപ്രസംഗത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലുള്ള സംഭാഷണങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് ട്രംപ് എന്ന് പറഞ്ഞാൽ പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ ട്രംപ് ഒരുപടി മുന്നിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ കയറി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കും, ഹമാസ് ഇസ്രായേൽ ഒരു പ്രശ്നം പരിഹരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള അറ്റാക്ക് സമാപിക്കാൻ തുടക്കമിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, നിങ്ങൾ ട്രേഡ് സംസാരിക്കൂ, യുദ്ധം അവസാനിപ്പിക്കൂ. ഇത് ഞാൻ പറഞ്ഞപ്പോഴേക്കും അവർ യുദ്ധം നിർത്തിയെന്നാണ് പറഞ്ഞത്. എന്താ എത്ര കൊച്ചു പിള്ളേരാ? നമ്മൾ പിള്ളേരോട് പറയല്ലേ, മുട്ടായി വാങ്ങിച്ചു തരാം കരയാതിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ട്രേഡ് നടത്തൂ എന്ന് ഞാൻ പറഞ്ഞതും അവർ യുദ്ധം അവസാനിപ്പിച്ചു. ഞാനാണ് അതിൻ്റെ ഇന്ത്യ അത് ഔദ്യോഗികമായി നിഷേധിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഇല്ല. അദ്ദേഹം വീണ്ടും അത് പറയുകയാണ്. പിന്നെ അവസാനം നമ്മൾ ദൗത്യ സംഘത്തെ ഇറക്കി അവിടെ മുഴുവൻ പറഞ്ഞ് നാറ്റിച്ചപ്പോഴാണ് അദ്ദേഹം പിന്നെ അതിൽ നിന്ന് കുറച്ച് നിശബ്ദനാകുകയെങ്കിലും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം. ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും അദ്ദേഹം സമാനമായ ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അദ്ദേഹം ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ഇപ്പോൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇറാന്റെ മര്യാദ കൊണ്ടത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ 5 പ്രാവശ്യം അവരെ നിരായുധീകരണ ചർച്ചയ്ക്കായി ടേബിളിൽ വിളിക്കുകയും 6ാമത്തെ ചർച്ച കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഒതുങ്ങും, അപ്പം നമുക്ക് ഒപ്പിടാമെന്ന് വരെ പറയുന്ന അവസ്ഥയിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ വന്ന് ഇറാനെ ആക്രമിക്കുന്നു. അപ്പോൾ ഈ ആക്രമണം കണ്ടിട്ടും അദ്ദേഹം കുലുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കുമെന്ന്. ഈ കൊച്ചു കുട്ടികളോട് ചില അധ്യാപകരൊക്കെ പറയുന്നു, ടീച്ചർമാർ പറയുന്നില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കാൻ, അതുകൊണ്ടാണ് നീ പോയി മൂക്കുത്തി വീണത് എന്ന് പറയുന്നത് പോലെ ഇറാനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കേണ്ടത് എത്ര സീരിയസ് ആയിട്ടാണ് ഇയാളപ്പം നമ്മളെ സമീപിച്ചിരിക്കുന്നത്, എത്ര ലാഘവത്തോടെ ആയിരിക്കും ഇയാൾ വന്നത്, ഇയാൾക്ക് സീരിയസ്നെസ് എന്ന് പറഞ്ഞൊന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്, അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും കാണുമ്പോൾ. അല്ല, ഇറാൻ ഇപ്പോൾ ആ കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളെ അടിക്കും, ഈ പശ്ചിമേഷ്യയിലെ നിങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അമേരിക്കയുടെ പടക്കപ്പലുകളൊക്കെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കാരണം അമേരിക്ക ഇസ്രായേലുമായിട്ട് എന്തോ കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇസ്രായേലിനെ ഉപയോഗിക്കുകയാണ് അമേരിക്ക. തീർച്ചയായിട്ടും ഇസ്രായേലിന് മാത്രമല്ല, അവർ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും. ഇന്ത്യ അതിൽ നിന്ന് കൊതറി മാറിയതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും മോദിയുടെ അടുത്ത് ആ കളി നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, മോഡി ഈസ് എ ടഫ് നെഗോഷിയേറ്റർ എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിനേക്കാൾ മോശമായ വാക്കുകളായി, പക്ഷെ വെളി പറയുന്നില്ല.
മനസ്സിലായില്ലേ? കാരണം അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ തന്റെ ഇമേജ് ഇടിയുമോ എന്ന് വെച്ചിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചും വളരെ മോശമായ ഒരു പിക്ചർ ആയിരിക്കും ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിന് സംശയമില്ല. താൻ ഉദ്ദേശിച്ച കടവിലൊന്നും ഇത് അടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അവർ പലയിടത്തും കൊണ്ട് സൈനിക താവളങ്ങൾ ഉണ്ടാക്കി, അവർ അഫ്ഗാനിൽ യുദ്ധസമാനമായ സിറ്റുവേഷൻ ഉണ്ടാക്കി, അവിടെ കുറേ നാളുകൾ കളിച്ചു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് അതുപോലത്തെ സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടായി. ഏത് യുദ്ധം വന്നാലും അവരതിനകത്തൊരു ഇടപെടും. അതെ, ഒരു വശത്ത് അമേരിക്ക കാണും. ഒരു വശത്ത് അമേരിക്ക കാണും. എൻ്റെ ഉദ്ദേശം അവർക്ക് ആയുധം വിൽക്കുക എന്നുള്ളതാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെതായ ചെലവുകൾ മറ്റു പല ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധി വന്ന് സാമ്പത്തികമായി അവർ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രംപ് അധികാരത്തിൽ കയറിയത്. അമേരിക്ക ഫസ്റ്റ്. അതിനാണ് ആദ്യം ടാരിഫ് നയവും കൊണ്ടുവന്നത്. പക്ഷേ അത് ലോകത്തെങ്ങുമില്ലാത്ത ടാരിഫ് നയം കൊണ്ടുവന്ന് അത് എല്ലാവരും കൂടെ പൊളിച്ച് കൈക്കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇറാനിലെ എണ്ണപ്പാടങ്ങളായിരിക്കും എന്നതാണ് എൻ്റെ ബലമായ വിശ്വാസം. കാരണം ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളുള്ള രാജ്യം നിലവിൽ രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. മൂന്നാമത്തെ രാജ്യമാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം. കൂടുതൽ ഇനി ഗവേഷണങ്ങൾ നടന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ ശരിയായ റിസർച്ച് നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ ഖനനം ചെയ്യാൻ, വാതകം ഖനനം ചെയ്യാൻ ഒക്കെ എടുക്കാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി ആവേണ്ടതാണ് ഇറാൻ. അവരുടെ പിടിപ്പുകേട് കൊണ്ട് അവർ പലപ്പോഴും കാണിക്കുന്ന അബദ്ധം കൊണ്ടാണ് അവർ. എനിക്ക് തോന്നുന്നു ഈ 79-ലെ ഈ മതരാഷ്ട്ര സ്ഥാപനമാണ് ഇറാനെ പുറകോട്ടടിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ അവർക്ക് ഇസ്രയേലുമായിട്ടും കൂടെ, ഇസ്രയേൽ അന്ന് അതിനു മുമ്പ് വരെ വളരെ സഖ്യത്തിലായിരുന്നു, ഗവൺമെന്റുമായിട്ട് വളരെ സഖ്യത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവര് ഒന്നിച്ച് ഇറാഖ് ആയിരുന്നു ഇസ്രയേലിന്റെ ശത്രു. അതെ. അപ്പോൾ ഇറാനും ഇസ്രയേലും ഒരുമിച്ച് നിന്ന് ഇറാഖിനെ അടിക്കുന്ന കാലമായിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറിയിട്ട് ഇപ്പോൾ 1980 മുതൽ അവർക്ക് ഒരു ഇസ്ലാമിക ഗവൺമെൻറ് വന്നെങ്കിലും അവിടെ അവർക്ക് വേണ്ട വികസനങ്ങളും മറ്റു കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് ഉൾപ്പെടെ ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ലാഭം മാത്രമാണ്. അപ്പോൾ ഒരു പാവ സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു അസീം മുനീർ പോലൊരു പട്ടാളക്കാരനെയോ ആരെങ്കിലും അവിടെ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് പാവ സർക്കാരിനെ നിലനിർത്തി അതിൽ നിന്ന് ചൂഷണം ചെയ്ത് എണ്ണ വെച്ച് അവർക്ക് കാശുണ്ടാക്കാമെന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് ഈ വാറിന്റെ ചെറിയ കഥ. സ്വന്തം രാജ്യത്തെ അവസ്ഥ എന്താവും? സ്വന്തം രാജ്യത്ത് 2000 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ 10,000 കണക്കിന് പേർ സമരവുമായി വന്നിരിക്കുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ നോ കിങ് എന്ന് പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം. രാജാവാകണ്ട, ആരും രാജാവാകണ്ട എന്ന് പറഞ്ഞുള്ള നോ കിങ് പോസ്റ്റേഴ്സും ഒക്കെ ആയിട്ടാണ് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യാൻ ട്രംപ് ഭരണകൂടത്തിനോ കഴിയാതായിരിക്കും. അവർ നാഷണൽ ഗാർഡിനെ ഇറക്കിയിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മറീനുകളെ ഇറക്കി, കമാൻഡോകളെ ഇറക്കി. എന്തിന് ടാങ്കുകൾ വന്നു എന്നറിയാം. ലോസ് ഏഞ്ചലസിലൊക്കെ ന്യൂയോർക്കിൽ ടാങ്ക് വരെ ഇറക്കി ആളെ പഠിപ്പിക്കാനായിട്ട്. പക്ഷെ എന്നിട്ട് പോലും ജനക്കൂട്ടം മോദിയോട് സഹായം ചോദിക്കൂ ട്രംപ്. 10,000 കണക്കിന് പേരെയാണ് റോഡിൽ ഇറക്കിയിരിക്കുന്നത് ഈ ട്രംപിൻ്റെ പല നടപടികൾ കാരണം. അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു ലോ മേക്കറെ അദ്ദേഹം കൊന്നു, അവരുടെ ഭർത്താവ് വെടിയേറ്റു, ഇങ്ങനെ വേറൊരു ലോ മേക്കർക്ക് വെടിയേറ്റു. ഇങ്ങനെയൊക്കെ ഡെമോക്രാറ്റ്സിന് നേരെ ഇദ്ദേഹം മനഃപൂർവ്വം വെടിവെച്ചതാണെന്ന് പറഞ്ഞു. ഡെമോക്രാറ്റ്സ് ഇതിൽ പങ്കാളിയാവാതിരിക്കാൻ വേണ്ടി 2 വെടി അവർക്ക് ആദ്യമേ തന്നെ കൊടുത്തു. ഒരാളെ കൊന്നു, രണ്ടുപേരെ വെടിവെച്ചിട്ടു. ഇങ്ങനെയൊക്കെയുള്ള ഒരു നയമില്ലാത്ത നയമാണ്, ഒരു ട്രംപാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ ശനിയാഴ്ച ആയിരുന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇനി വല്ല ശനിദശയും ബാധിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത്. എന്തായാലും ബർത്ത്ഡേക്ക് നെതന്യാഹു പറഞ്ഞ ഒരു സന്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ശത്രുവാണ് ഞങ്ങളുടെ ശത്രു, ഞങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെയും ശത്രു. അതാണ് അവരുടെ ചിലർക്കുള്ള സന്ദേശമാണ്. അതെ, ബർത്ത്ഡേ സന്ദേശമായിട്ട് അദ്ദേഹം കൈമാറിയത് ഇറാന് കൊടുത്ത ഒരു സന്ദേശം കൂടെയാണെന്നാണ് അടിവരയിട്ട് പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.